ഹലോ, ഞാൻ റിജോസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റിനെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഫിസിക്സിൽ ജനറൽ സയൻസിൽ ഫിസിക്സ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഓസിലേഷൻസ് തുടങ്ങിയിരുന്നു. അപ്പൊ ആ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാണ്. ഇപ്പൊ നമ്മുടെ 2 വീഡിയോസ് ആയിട്ട് ക്യാമറയുടെ ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ് ലാസ്റ്റ് ഭാഗത്ത്. അപ്പൊ കഴിഞ്ഞതിന്റെ മുന്നത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതും ക്യാമറ ക്ലാരിറ്റി ഇല്ലെന്ന് പറയാം. കഴിഞ്ഞ വീഡിയോയിലും ടൈപ്സ് ഓഫ് ഓസിലേഷൻസ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ക്യാമറ ക്ലാരിറ്റി എന്താ പറയുക ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് തന്നെ ആയി. അതുകൊണ്ട് തന്നെ ആ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഓസിലേഷൻസ് തന്നെയാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫാറ്റൽ അല്ല മെന്റൽ ഫാറ്റിഗ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറയുടെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു പോയിരുന്നു. കഴിഞ്ഞതിന്റെ മുന്നത്തെ വീഡിയോയിലാണ് അങ്ങനെ വന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ തുടർച്ചയായിട്ട് ക്യാമറയുടെ ക്ലാരിറ്റി പോകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത്. കാരണം യൂട്യൂബ് ആയതുകൊണ്ട് ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. പറയാൻ താല്പര്യമില്ല, എന്നാലും പറയാണ്. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റുന്ന ഒരു വീഴ്ചയാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ ടോപ്പിക്സുകൾ, ഇപ്പൊ ഒരു ടോപ്പിക്ക് മെന്റൽ ഫാറ്റിഗ് പറഞ്ഞപ്പോ ക്ലാരിറ്റി ഇല്ല ക്യാമറയുടെ. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഓസിലേഷൻസ് പറഞ്ഞപ്പോഴും ഇതേ അവസ്ഥ തന്നെ. അപ്പൊ ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യുന്ന വീഡിയോസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ദയവേത് നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഈ ശരിക്കും പറഞ്ഞാൽ ക്ലാരിറ്റി പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഈ വീഡിയോ എനിക്ക് ഉറപ്പില്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവുന്നുള്ളൂ ലാസ്റ്റ് ഭാഗത്തൊക്കെ. നമ്മളിപ്പോൾ ക്ലാരിറ്റി നോക്കി ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കുറെ വീഡിയോസ് നമ്മൾ ഈ രീതിയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ ഈ അടുത്ത് ചെയ്ത വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ ക്യാമറ ക്ലാരിറ്റിയെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദയവ് ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കാം നമ്മൾ ക്യാമറയുടെ അവസ്ഥയും കാര്യങ്ങളെല്ലാം. കാരണം കുറെ ടൈം അത് കാരണം പോകുന്നുണ്ട്. കാരണം നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വീഡിയോ ഇങ്ങനെ ക്യാമറയുടെ ക്ലാരിറ്റി പോയതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ വീഡിയോ നമ്മൾ പുതിയതായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഈ ടോപ്പിക്സ് ഒക്കെ ഉൾപ്പെടുത്തായിരുന്നു. വേവ് മോഷൻ, ഇൻട്രൊഡക്ഷൻ, ടൈപ്സ് ഓഫ് വേവ്സ്, പിന്നെ ഇക്വേഷൻസ് ഫോർ SHM, അങ്ങനെ കുറെ ടോപ്പിക്സ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഇതിപ്പോ 2 വീഡിയോ ചെയ്യേണ്ടി വന്നു. ഒരു വീഡിയോ ചെയ്യാനുള്ള ഭാഗ്യം നമുക്കില്ല. ഇത് പറഞ്ഞു വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഈ ക്യാമറ ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ വരുമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോ ആയാലും അതിന് മുന്നത്തെ വീഡിയോ ആയാലും ഏത് വീഡിയോ ആയിക്കോട്ടെ തെറ്റായ കമന്റ്സും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രാധാന്യം എടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കാന്നും കൂടി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതൊരു കംഫർട്ടബിൾ അല്ല ക്യാമറയുടെ ക്ലാരിറ്റി പോവാന്ന് വെച്ച് കഴിഞ്ഞാല്. അപ്പൊ അതൊന്ന് നിങ്ങൾക്ക് മനസ്സിൽ വെക്കണം ദയവേത്. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതും നടക്കുന്ന കാര്യമല്ല. അതിന്റെ ഒപ്പം തന്നെ ഇതൊക്കെ പരമാവധി നമ്മൾ നല്ല രീതിയിൽ ക്യാമറയുടെ ക്ലാരിറ്റി നല്ല രീതിയിൽ ആക്കാൻ ശ്രമിച്ചാലും കാര്യമൊന്നുമില്ല. പഴയ അവസ്ഥയിലേക്ക് തന്നെ വെച്ചാൽ ചില സമയത്ത് ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോവുകയാണ് ക്യാമറയുടെ അവസ്ഥയൊക്കെ. അപ്പൊ അതേ നമുക്ക് പറയാനാവുള്ളൂ. അപ്പം ഒരു ക്വാളിറ്റി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, വീഡിയോന്റെ ക്വാളിറ്റി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ക്യാമറ ക്ലാരിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലാണ് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് യൂട്യൂബിലെ വീഡിയോ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു വലിയൊരു കാര്യമായിട്ട് തന്നെ പറയുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കണം. അപ്പൊ ടൈപ്സ് ഓഫ് ഓസിലേഷൻസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ അത് ഈ വീഡിയോയിൽ പറയണം വീണ്ടും വിശദീകരിച്ച്. പിന്നെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് തന്നെ അതിന് മുന്നത്തെ വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം എല്ലാ വീഡിയോസും കണ്ടിന്യൂസ് ആണല്ലോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, നമ്മളെ തെറ്റുകൾക്ക് നമ്മൾ ക്ഷമ ചോദിക്കാറുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ ക്ഷമ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നുപോയി. അത് മറന്നുപോയതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അങ്ങനെ നമ്മൾ പറഞ്ഞു പോകണമെങ്കിൽ കുറെ നമുക്ക്
തെറ്റായ കമന്റ്സ് ഒക്കെ ചിലപ്പോൾ കുറെ ഒഴിവായി കിട്ടും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനത്തെ ഒരു അഭിപ്രായവും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ആ രീതിക്ക് അങ്ങ് നമ്മൾ എല്ലാ വീഡിയോയിലും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അത് നമ്മൾ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഈ കണ്ടിന്യൂ ചെയ്തു പോകുന്നതുകൊണ്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുള്ളൂ. നമ്മള് ഒട്ടും വിട്ട് കളയാത്തൊരു കാര്യം പോയിന്റ്സ് സെന്റൻസ് ആണത്. കാരണം അത് നമ്മുടെ വീഡിയോന്റെ നിലനിൽപ്പിന് അത് ഉപകാരമാണെങ്കിൽ ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. അപ്പൊ ടൈപ്സ് ഓഫ് ഓസിലേഷൻസ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു ടോപ്പിക് വിട്ടിരുന്ന പ്ലാസ്റ്റിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ഇത് പറഞ്ഞതിന് ശേഷം ടൈപ്സ് ഓഫ് ഓസിലേഷൻസ് അത്യാവശ്യം ലെങ്ത് ഉള്ള ടോപ്പിക്കാണ്. അപ്പൊ അതിനുശേഷം പറയാനായിരിക്കും കുറെ കൂടി കംഫർട്ടബിൾ. നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ഓസിലേഷൻസ്. പിന്നെ ഒരു കാര്യം കൂടി പറയണ്ട, നമ്മൾ അതും കൂടി പറഞ്ഞിട്ട് ഏതായാലും നല്ല മഴയുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നല്ല മഴയുണ്ടെന്നുള്ളത്. അപ്പൊ ഈ വീഡിയോയിൽ മഴയുണ്ട്, നല്ല മഴയാണ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. അതും കൂടി ഞാൻ പറയണല്ലേ. പിന്നെ എന്താ സൗണ്ട് എന്ന് വിചാരിക്കുന്നു. നല്ല മഴയാണ്, പുറത്തുനിന്ന് രാത്രിയും കൂടിയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു നിശബ്ദതയും കാര്യങ്ങളും ഉണ്ട്. ഒപ്പം നല്ല മഴയുണ്ട്. കുറച്ചു നേരമായി മഴ തുടങ്ങിയിട്ട്. അപ്പൊ അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ഓസിലേഷൻസ്. There are three main types of oscillations. A. Free oscillations, SHM with a constant amplitude and period and no external influences. B. Damped oscillations, SHM but with a decreasing amplitude and varying period due to external or internal damping forces. And C. Forced oscillations, SHM but driven externally. There are three main types of oscillations. A. Free oscillations, SHM with a constant amplitude and period and no external influences. B. Damped oscillations, SHM but with a decreasing amplitude and varying period due to external or internal damping forces. And C. Forced oscillations, SHM but driven externally. Free oscillations only occur in theory. As in practice, there will always be some damping. The displacement will follow the formula is to x equal a sin, where a is the amplitude. Damped oscillations are where energy is taken from the system and so the amplitude decays. They may be of two types. A. Natural damping. Examples are internal forces in a spring and fluids exerting a viscous drag. B. Artificial damping. Examples are electromagnetic damping in a galvanometer, the shock absorbers in cars, etc. Artificial damping can be light, in which case the system oscillates about the midpoint. Figure 3.23a. Heavy, in which the system takes a long time to reach equilibrium. Figure 3.23b. Or critical, where system reaches equilibrium in about t/4, where t is the natural period of vibration of the system. Figure 3.23c. Damped oscillations are where energy is taken from the system and so the amplitude decays. They may be of two types. A. Natural damping. Examples are internal forces in a spring and fluids exerting a viscous drag. B. Artificial damping. Examples are electromagnetic damping in a galvanometer, the shock absorbers in cars, etc. Artificial damping can be light, in which case the system oscillates about the midpoint. Figure 3.23a. Heavy, in which the system takes a long time to reach equilibrium. Figure 3.23b. Or critical, where a system reaches equilibrium in about t/4, where t is the natural period of vibration of the system. Figure 3.23c. Forced oscillations are vibrations driven by external force. Forced oscillations are vibrations driven by external force. A simple example is a child's swing.
whereby pushing the amplitude increases, and as one pushes in time with the natural frequency of the swing, the oscillation builds up. This is an example of resonance. Forced oscillations are vibrations driven by external force. A simple example is a child swing, whereby pushing the amplitude increases, and as one pushes in time with the natural frequency of the swing, the oscillations builds up. This is an example of resonance. Forced oscillations are vibrations driven by external force. A simple example is a child swing, whereby pushing the amplitude increases, and as one pushes in time with the natural frequency of the swing, the oscillations builds up. This is an example of resonance. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ഓസിലേഷൻസ് ആണ് പറഞ്ഞത്. ഇനി ഒരു ഫിഗർ ഉണ്ട്, ഫിഗർ 3.23 ഡംപിങ് ഓഫ് SHM എന്ന് പറഞ്ഞിട്ട് നമുക്കത് നോക്കാം. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അപ്പോൾ നോക്കാം. ഇതാണ് ഫിഗർ 3.23 ഡംപിങ് ഓഫ് SHM. അതിൻ്റെ ഒപ്പം തന്നെ ഫിഗർ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്, ഫിഗർ ഇൻ വിച്ച് കേസ് സിസ്റ്റം ഓസിലേറ്റ്സ് അബൌട്ട് ദ midpoint. Figure 3.23a, heavy, in which the system takes a long time to reach equilibrium. പിന്നെ figure 3.23b, or critical, where the system reaches equilibrium in about t/4, where t is the natural period of vibration of the system. Figure 3.23c. ഒരിക്കൽ കൂടി പറയാണ്, ഫിഗർ 3.23a, അല്ല ഒരു പോയിന്റ് വിട്ടുപോയി. ഇൻ വിച്ച് കേസ് സിസ്റ്റം ഓസിലേറ്റ്സ് അബൌട്ട് ദ മിഡ് പോയിന്റ്. ഫിഗർ 3.23a, ഹെവി, ഇൻ വിച്ച് സിസ്റ്റം ടേക്സ് എ ലോങ് ടൈം ടു റീച്ച് ഈക്വിലിബ്രിയം. ഫിഗർ 3.23b, ഓർ ക്രിറ്റിക്കൽ, വെയർ ദ സിസ്റ്റം റീച്ചസ് ഈക്വിലിബ്രിയം ഇൻ അബൌട്ട് t/4, വെയർ t is the natural period of vibration of the system. ഫിഗർ 3.23c. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫിഗർ 3.23 ഡംപിങ് ഓഫ് SHM. ഫിഗർ 3.23 ഡംപിങ് ഓഫ് SHM. ഫിഗർ 3.23a, ഹെവി. ഇതിലെ നോക്കാം. ഡിസ്പ്ലേസ്മെന്റ്, ലൈറ്റ് ഡംപിങ് ടൈം. ബി, ഡിസ്പ്ലേസ്മെന്റ്, ഹെവി ഡംപിങ് ടൈം. പിന്നെ സി, ഡിസ്പ്ലേസ്മെന്റ്, ക്രിറ്റിക്കൽ ഡംപിങ് t/4 ടൈം. ഫിഗർ 3.23 ഡംപിങ് ഓഫ് SHM. ഡിസ്പ്ലേസ്മെന്റ്, ലൈറ്റ് ഡംപിങ് ടൈം. ഡിസ്പ്ലേസ്മെന്റ്, ലൈറ്റ് ഡംപിങ് ടൈം. എ, ഡിസ്പ്ലേസ്മെന്റ്, ലൈറ്റ് ഡംപിങ് ടൈം. ഡിസ്പ്ലേസ്മെന്റ്, ലൈറ്റ് ഡംപിങ് ടൈം. ബി, ഡിസ്പ്ലേസ്മെന്റ്, ഹെവി ഡംപിങ് ടൈം. ഡിസ്പ്ലേസ്മെന്റ്, ഹെവി ഡംപിങ് ടൈം. സി, ടൈം, ഡിസ്പ്ലേസ്മെന്റ്, ക്രിറ്റിക്കൽ ഡംപിങ് t/4. സി, ടൈം, ഡിസ്പ്ലേസ്മെന്റ്, ക്രിറ്റിക്കൽ ഡംപിങ് t/4. ഈ ഫിഗർ ഒന്ന് ഓർത്ത് വെക്കുക. ഡിസ്പ്ലേസ്മെന്റ്, ലൈറ്റ് ഡംപിങ് ടൈം, ഡിസ്പ്ലേസ്മെന്റ്, ഹെവി ഡംപിങ് ടൈം, ഡിസ്പ്ലേസ്മെന്റ്, ക്രിറ്റിക്കൽ ഡംപിങ് t/4 ടൈം. ABC. അപ്പൊ അത് ഓർത്ത് വെക്കുക. എന്ന വീഡിയോയിൽ പറ്റാവുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഫിഗർ 3.23 ഡംപിങ് ഓഫ് SHM. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയേണ്ടതായിരുന്നു. വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ക്യാമറ ക്ലാരിറ്റി തന്നെയായിരുന്നു നമുക്ക് പറയാൻ പറ്റാതെ പോയത്. അപ്പൊ നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്യുന്നതായിരുന്നു നല്ലത്. കാരണം ഇതിപ്പോ ഒരു എന്താ പറയാ,
കഴിഞ്ഞ വീട്ടിൽ ഇത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയായി. പ്ലാസ്റ്റിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി എന്നാണ് ടോപ്പിക്. പ്ലാസ്റ്റിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. Plasticity and elasticity. In physics and material science, plasticity is a property of a material to undergo a non-reversible changes of shape in responsible to an applied force. In physics and material science, plasticity is a property of a material to undergo a non-reversible change of shape in responsible to an applied force. Plastic deformation occurs under shear stresses as opposed to brittle fractures, which occur under normal stresses. Examples of plastic materials are clay and mild steel. For many ductile metals, tensile loading applied to a sample will cause to behave in an elastic manner. Each increment of load is accompanied by a proportional increment in extension, and when the load is removed, the piece returns exactly to its original size. However, once the load exceeds some threshold, the yield strength, the extension increases more rapidly than in the elastic region, and when the load is removed, some amount of the extension remains. A generic graph displaying this behavior is shown below. However, once the load exceeds some threshold, the yield strength, the extension increases more rapidly than in the elastic region, and when the load is removed, some amount of the extension remains. A generic graph displaying this behavior is shown below. Stresses, a plastic region, X point of fracture, elastic region, strain. Stresses, plastic region, X point of fracture, elastic region, strain. Stresses, plastic region, X point of fracture, elastic region, strain. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഈ ഫിഗർ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പ്ലാസ്റ്റിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി എന്നുള്ള ടോപ്പിക്കിൽ വരുന്നതാണ്. അപ്പൊ നമ്മള് ടൈപ്സ് ഓഫ് ഓസിലേഷൻസ്, പ്ലാസ്റ്റിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി ഒക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ മഴ അത്യാവശ്യം അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. വേവ് മോഷൻ ഇൻട്രൊഡക്ഷൻ. Wave motion is a mechanism by which energy is conveyed from one place to another in mechanically propagated waves without the transference of matter. Wave motion is a mechanism by which energy is conveyed from one place to another in mechanically propagated waves without the transference of matter. Types of waves ആണ് ഇനി പറയുന്നത്. Types of waves. Waves are divided into various types according to the direction of the displacement in relation to the direction of the motion of the wave itself. Waves are divided into various types according to the direction of the displacements in relation to the direction of the motion of the wave itself. The vibration is parallel to the direction of motion. The wave is known as a longitudinal wave. Figure 3.24. The longitudinal wave is always mechanical because it's result from successive compressions, state of maximum density and pressure, and rarefactions, state of minimum
density and pressure of the medium. Sound waves typify this form of wave motion. Another type of wave is the transverse wave, in which the vibrations are at right angles to the direction of motion. A transverse wave may be mechanical, such as the wave projected in a taut string that is subjected to a transverse vibration, or it may be electromagnetic, such as light, X-ray or radio waves. Some mechanical wave motions, such as waves on the surface of a liquid, are combinations of both longitudinal and transverse motions, resulting in the circular motion of liquid particles. Waves are divided into various types according to the direction of the displacements in relation to the direction of the motion of the wave itself. Waves are divided into various types according to the direction of the displacements in relation to the direction of the motion of the wave itself. The vibration is parallel to the direction of motion. The wave is known as a longitudinal wave. Figure 3.24. The longitudinal wave is always mechanical because it results from successive compressions, state of maximum density and pressure, and rarefactions, state of minimum density and pressure of the medium. Sound waves typify this form of wave motion. Another type of wave is the transverse wave, in which the vibrations are at right angles to the direction of motion. A transverse wave may be mechanical, such as the wave projected in a taut string that is subjected to a transverse vibration, or it may be electromagnetic, such as light, X-ray or radio waves. Some mechanical wave motions, such as waves or the surface of a liquid, are combinations of both longitudinal and transverse motions, resulting in the circular motion of liquid particles. Some mechanical wave motions, such as waves on the surface of a liquid, are combinations of both longitudinal and transverse motions, resulting in the circular motion of liquid particles. ഈ ഫിഗറാണ് 3.24 വേവ് ക്രസ്റ്റസ് as seen from above. Figure 3.24 വേവ് ക്രസ്റ്റസ് as seen from above. അപ്പൊ ഇതും കൂടി ഓർത്ത് വയ്ക്കുക ഫിഗർ. ഇനിയൊരു ബോക്സിൽ കൊടുത്തേക്കുന്ന ടോപ്പിക്കാണ്, നമുക്കത് നോക്കാം. റിലേഷൻഷിപ്പ് ഓഫ് റേസ് ടു വേവ് ക്രസ്റ്റ്. A ray is a line drawn from one wave crust to another, which intersects each crust at right angles. For light waves, the rays always point in the direction of the motion. Rays therefore provide a useful representation for describing the motion of light waves. A ray is a line drawn from one wave crust to another, which intersects each crust at right angles. For light waves, the rays always point in the direction of the motion. Rays therefore provide a useful representation for describing the motion of light waves. A ray is a line drawn from one wave crust to another, which intersects each crust at right angles. For light waves, the rays always point in the direction of the motion. Rays therefore provide a useful representation for describing the motion of light waves. For relationship of rays to wave crust ആണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇത് ഏകദേശം ക്ഷമിക്കുക നമ്മൾ പറഞ്ഞ ടോപ്പിക്സിലൊക്കെ. ഇനി നോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. Note, the crust is coming from a point source. Example, if you drop a rock in the middle of a still pond, give rise to circular waves
as shown in figure 3.25. A. If one has multi-point sources close together and in a straight line, they give rise to plane waves whose crests all lie in a straight line. Figure 3.25b. Note wave crests coming from a point source. Example, if you drop a rock in the middle of a still pond, give rise to circular waves as shown in figure 3.25a. If one has multi-point sources close together and in a straight line, they give rise to plane waves whose crests all lie in a straight line. Figure 3.25b. Wave crests coming from a point source. Example, if you drop a rock in the middle of a steel pond, give rise to circular waves as shown in figure 3.25. A. If one has multi-point sources close together and in a straight line, they give rise to plane waves whose crests all lie in a straight line. Figure 3.25b. ഇനി രണ്ട് ഫിഗർ ഉണ്ട്, ഒരു ഫിഗറും കൂടി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കാണിക്കേണ്ട വീഡിയോയിൽ. ഫിഗർ 3.25 longitudinal and transverse waves. Figure 3.25 longitudinal and transverse waves. Compression, rarefaction. A. Compression, rarefaction. A. Compression, rarefaction. A. B. Trough crust wavelength amplitude. Figure 3.25 longitudinal and transverse waves. Compression, rarefaction. A. Compression, rarefaction. Compression, rarefaction. A. B. Trough crust wavelength amplitude. B. Trough crust wavelength amplitude. ഫിഗർ ഒന്ന് ഓർത്ത് വെക്കുക, ജസ്റ്റ് വീഡിയോ നമ്മൾ കാണിക്കാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത് ഈ പറഞ്ഞേക്കണ്ടില്ലേ, ക്രസ്റ്റ് കമ്മിങ് ഫ്രം എ പോയിന്റ് സോഴ്സ്. എക്സാമ്പിൾ, you drop a rock in the middle of a steel pond, give rise to circular waves as shown in figure 3.25a. If one has multi-point sources close together and in a straight line, they give rise to plane waves whose crests all lie in a straight line. Figure 3.25b. ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദയവേത്. ഇനി ഫിഗർ ഓർത്ത് വയ്ക്കുക. ഫിഗർ 3.25 longitudinal and transverse waves. ഇനി പറഞ്ഞേക്കുന്ന ഫിഗർ 3.26 പ്ലെയിൻ വേവ്സ് ഫോംഡ് ബൈ multi-point source. ഫിഗർ 3.26 പ്ലെയിൻ വേവ്സ് ഫോംഡ് ബൈ multi-point source. നമ്മൾ ജസ്റ്റ് ഫിഗർ വീഡിയോയിൽ കാണിക്കാണ്, ഓർത്ത് വയ്ക്കുക. ഇനി ഈ ടോപ്പിക് പറയാണ്ട് the equations for SHM. The equation for SHM. The equation for SHM. Any object that is initially displaced slightly from a stable equilibrium point will oscillate about its equilibrium position. It will in general experience a restoring force that depends linearly on the displacement x from equilibrium. F s equal negative ks. Fs equal negative ks. And any object that is initially displaced slightly from a stable
equilibrium point will oscillate about its equilibrium position. It will in general experience a restoring force that depends linearly on the displacement x from equilibrium, Fs equal negative kx. Any object that is initially displaced slightly from a stable equilibrium point will oscillate about its equilibrium position. It will in general experience a restoring force that depends linearly on the displacement x from equilibrium, Fs equal negative kx. Any object that is initially displaced slightly from a stable equilibrium point will oscillate about its equilibrium position. It will in general experience a restoring force that depends linearly on the displacement x from equilibrium, Fs equal negative kx, where the equilibrium position is chosen to have x coordinate x equal 0 and k is a constant that depends on the system under consideration. The units of k are k equal Newton meter, where the equilibrium position is chosen to have x coordinate x equal 0 and k is a constant that depends on the system under consideration. The units of k are k equal Newton meter. Simple harmonic oscillator. Any object that oscillates about a stable equilibrium position and experiences a restoring force is approximately described by Hooke's law. Examples of simple harmonic oscillators include a mass attached to a spring, a molecule inside a solid, a car stuck in a disk being rocked out, and a pendulum. Simple harmonic oscillator. Any object that oscillates about a stable equilibrium position and experiences a restoring force is approximately described by Hooke's law. Examples of simple harmonic oscillators include mass attached to a spring, a molecule inside a solid, a car stuck in a disk being rocked out, and a pendulum. Note: the negative sign in Hooke's law ensures that the force is always opposite to the direction of the displacement and therefore back towards the equilibrium position. A restoring force, the constant k in Hooke's law, is traditionally called the spring constant for the system, even when the restoring force is not provided by a simple spring. The motion of any simple and harmonic oscillator is completely characterized by two quantities, the amplitude and the period or frequency. The motion of any simple harmonic oscillator is completely characterized by two quantities, the amplitude and the period or frequency. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ദ ഇക്വേഷൻ ഫോർ SHM സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ നോട്ട് ഇത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇത്തരം പറയാനുള്ള അവസ്ഥയേ ഉള്ളൂ. കൂടുതൽ പ്രാവശ്യം പറയാൻ താല്പര്യം ഉണ്ടെങ്കിലും വേണ്ടെന്ന് വെക്കേണ്ടി വരെയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ടോപ്പിക്സ് ഒന്നും അവസാനിക്കില്ല. അതുകൊണ്ടാണ് ദയവേത് സഹായിക്കുക. പുതിയ ടോപ്പിക്കാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി നമുക്ക് പറയണത് ആംപ്ലിറ്റ്യൂഡ് എ. ആംപ്ലിറ്റ്യൂഡ് എ. A is the maximum distance that an object moves from its equilibrium position. A simple harmonic oscillator moves back and forth between the two positions of maximum displacement at x equal a and x equal negative a. A is the maximum distance that an object moves from its equilibrium position.
A simple harmonic oscillator moves back and forth between the two positions of maximum displacement at x equal a and x equal negative a. Period t is the time that is taken for an oscillator to execute one complete cycle of its motion. If it starts at t equal 0 at x equal a, then it gets back to x equal a after one full period at t equal t. Frequency f is the number of cycles or oscillations the object completes per unit time. The unit of frequency is usually taken to be 1 Hz equal 1 cycle per second. A is the maximum distance that an object moves from its equilibrium position. A simple harmonic oscillator moves back and forth between the two positions of maximum displacement at x equal a and x equal negative a. Period t is the time that is taken for an oscillator to execute one complete cycle of its motion. If it starts at t equal 0 at x equal a, then it gets back to x equal a after one full period at t equal t. If it starts at t equal 0 at x equal a, then it gets back to x equal a after one full period at t equal t. Frequency f is the number of cycles or oscillations the object completes per unit time. The unit of frequency is usually taken to be 1 Hz equal 1 cycle per second. Frequency f is the number of cycles or oscillations the object completes per unit time. The unit of frequency is usually taken to be 1 Hz equal 1 cycle per second. ആംപ്ലിറ്റ്യൂഡ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയുന്നത് ഫ്ലട്ടർ ആണ്. ഫ്ലട്ടർ എ ഡേഞ്ചറസ് ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ഈസ് ദ സഡൻ വയലന്റ് ഓസിലേറ്റിംഗ് മോഷൻ നോൺ ആസ് ഫ്ലട്ടർ. എ ഡേഞ്ചറസ് ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ഈസ് ദ സഡൻ violent oscillating motion is known as flutter. This occurs most frequently in the control surfaces of aircraft, but is also seen in the galloping of fleet covered electrical transmission wires in high winds. One of the most spectacular instances of flutter caused the collapse of the Tacoma Narrows Bridge in Tacoma, Washington in 1940. The collapse resulted from a gale that blew at a speed that enhanced the swaying frequency of the bridge. The amplitude of vibration of a structure might increase so rapidly when subject to flutter that the structure disintegrates almost instantaneously. Prevention of flutter is therefore an important consideration in the design of bridges and aircraft. Flutter analysis for aircraft is usually supplemented by tests on model airplanes carried out in a wind tunnel. Prevention of flutter is therefore an important consideration in the design of bridges and aircraft. Flutter analysis for aircraft is usually supplemented by tests on model airplanes carried out in a wind tunnel. ഫ്ലട്ടർ ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒന്നിലേക്ക് ക്യാമറയുടെ ക്ലാരിറ്റി പോകും, അല്ലെങ്കിൽ മൈക്ക് ഓഫ് ആയി പോകും. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, 2 വീഡിയോ തന്നെ നമ്മൾ
അപ്ലോഡ് ചെയ്തേക്കുന്നത് ലാസ്റ്റ് ഭാഗത്ത് ക്യാമറ ക്ലാരിറ്റി ഇല്ല. അപ്പം അതുകൊണ്ട് എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് പറയുന്നത് ട്രാവലിംഗ് ആൻഡ് സ്റ്റാൻഡിങ് ഓർ സ്റ്റേഷനറി വേർബ്സ്, വേർബ് ബിഹേവിയർ, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ, ഇന്റർഫിയറൻസ്. ഇതിൽ അക്ഷരം ഇത്തിരി ചെറിയതായിട്ട് തെളിയണതിന് ബുദ്ധിമുട്ടുണ്ട്. ഇന്റർഫിയറൻസ്, ലൈറ്റ്, പിന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഓർ AM, ഹൗ ഇറ്റ് വർക്ക്സ്, പിന്നെ വേവ് ലെങ്ത്, ഫ്രീക്വൻസി ഓഫ് എ വേവ്, വെലോസിറ്റി ഓഫ് എ വേവ്, equation of a verb, AM broadcasting, advantages of AM, disadvantages of AM, frequency modulation or FM, frequency modulation or FM, what is FM. ഇതൊക്കെ നമുക്ക് പിന്നെ വേർബ് തിയറി ഉണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ജനറൽ സയൻസ് ഫിസിക്സ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലൂടെ തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനും. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവായി ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കോൺസെൻട്രേഷന് എന്തെങ്കിലും ഇതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവേദ എന്നോട് ക്ഷമിക്കണം. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോന്റെ കാര്യം പറഞ്ഞിരുന്നു, ക്യാമറ ക്ലാരിറ്റി ഒക്കെ പോയൊരവസ്ഥയിലാണ്. അപ്പൊ അതിന്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ ചെയ്തേക്കുന്നത്. ഈ വീഡിയോ ഇപ്പൊ എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ എന്തായാലും. അപ്പൊ 2 വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ക്യാമറ ക്ലാരിറ്റി ഒരു നമുക്ക് എന്താ പറയാ ഭയങ്കര വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഒന്നും നിങ്ങൾക്ക് ലാസ്റ്റ് ഭാഗമാണെങ്കിൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു പക്ഷെ വാച്ച് ചെയ്യുമ്പേക്കാം. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ എഡിറ്റ് ചെയ്യാന്ന് വെച്ചാലും നമുക്കത് കട്ട് ചെയ്ത് പിന്നെ മാറ്റം വരുത്താന്ന് വെച്ചാൽ എനിക്ക് അത്ര അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എഡിറ്റിങ് നമുക്ക് അറിയില്ല, ചെറിയ രീതിയിൽ ചെയ്യണം മാത്രമേ ഉള്ളൂ. കറക്റ്റ് ആയിട്ടുള്ളൊരു പാണ്ഡിത്യമൊന്നും ഇല്ല കാര്യത്തില്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് അതേ രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. രണ്ടാമതൊരു വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ അതും അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം പിന്നെ ചിലപ്പോൾ ഇങ്ങനെ തന്നെ വരാം. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഒരു പ്രത്യേകതയുള്ളൊരു വീഡിയോ തന്നെയാണ് നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തേക്കുന്നത്. 2 വീഡിയോസും പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഡ്രോബാക്സ് ആണ് ക്യാമറ ക്ലാരിറ്റി. നമ്മളിത് എടുത്തെടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റായ കമന്റ്സ് കാര്യങ്ങളൊക്കെ വരും. ഞാൻ എൻ്റെ ഒരു അവസ്ഥ നിങ്ങളെ അറിയിക്കാണ്. ഇപ്പൊ 1-2 വീഡിയോ ഇങ്ങനെ അടുപ്പിച്ച് വരുമ്പോ പിന്നെ നമുക്കത് പറയേണ്ടതായിട്ട് വരും. അത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞാലും നല്ലതായിരിക്കും. കാരണം ചിലപ്പോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരുപാട് കോൺസിക്വൻസ് നേരിടേണ്ടി വരും ഇങ്ങനത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ പേരിൽ. അപ്പൊ അതുകൊണ്ട് പറയണമെന്നുള്ളൂ. അപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ദയവേത് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000 വട്ടം പറഞ്ഞാൽ എനിക്ക് വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനത്തെ തെറ്റുകളും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രോബാക്സ് എല്ലാം. കാരണം അല്ലെങ്കിൽ മൊത്തം നമ്മളെ തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മളെ എന്താ പറയാ ചിത്രീകരിക്കുന്ന രീതിയിൽ, എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളെ പരമാവധി തെറ്റായ രീതിയിൽ നമ്മളെ വാല്യൂ ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടാനും അതുപോലെ തന്നെ തെറ്റായ കമന്റ്സുകൾ വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ ഒരു വ്യക്തി ഇതിൽ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമുക്ക് ഹെൽപ്പാണ്. അല്ലെങ്കിൽ നമുക്കത് വളരെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റിയൊരു നല്ലൊരു ഹൃദയമുള്ളവരുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത്. അപ്പൊ ഒരു തെറ്റായ കമന്റ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമുക്ക് തൃപ്തിയും സന്തോഷം കിട്ടുന്ന ഒരു കാര്യം തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാം. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേണമെങ്കിൽ വിട്ട് കളയാം, പറയാതിരിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കി കളയാമെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ ചെയ്യുമ്പോൾ. പക്ഷെ ഞാനത് ചെയ്യില്ല. നമ്മളെല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തെറ്റുകളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ തെറ്റുകൾ നമുക്ക് കൂടുതലെടുത്ത് പറയാറുണ്ട്. കാരണം എല്ലാം തികഞ്ഞൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ
എന്തായാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യവും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു മനസ്സും കാര്യവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ദയവായിട്ട് ഉണ്ടാവണം. അത്രേ ഉള്ളൂ പറയാനുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രി എടുക്കുന്നുള്ള പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കുന്നു. അപ്പൊ ഇത് 2 വീഡിയോ നമ്മൾ ഒന്നിച്ചിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ രാത്രി എടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് CSTക്ക് വേണ്ടി നല്ല രീതിയിൽ ഉപകരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി ഒരുപാട് പറഞ്ഞ സമയം കളയുന്നില്ല. പിന്നെയും ക്യാമറ ക്ലാരിറ്റി ഒക്കെ ഒരു പക്ഷേ ബുദ്ധിമുട്ടിലേക്ക് ആവും. അപ്പം നല്ലൊരു CST എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CST എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. അതുപോലെ തന്നെ CSTക്ക് വേണ്ടി നല്ല രീതിയിൽ ആഗ്രഹിച്ച് താല്പര്യപ്പെട്ട് പഠിക്കുക. അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള മനസ്സോടുകൂടി മുന്നോട്ട് പോവുക. ടെൻഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. അങ്ങനത്തെ സമയങ്ങളിൽ പഠിക്കാതിരിക്കുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. IAS കാര്യമൊക്കെ നിങ്ങളുടെ പേരിന്റെ കൂടെ ചേർത്ത് പറയാൻ സാധിക്കട്ടെ. ഒപ്പം CST എക്സാമിൽ ഏറ്റവും നല്ല വിജയം, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. അതുപോലെ തന്നെ ഗുഡ് ലക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.